ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ബദ്രീനാഥിലാണുള്ളത്. ഇന്നലെ രാത്രിയാണ് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്, അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് തൊഴാനായിട്ട്. അമ്പലത്തിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. റൂമൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. പദംശ്രീ ഗസ്റ്റ് ഹൗസ്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. റൂമിൻ്റെ റെൻ്റ് 700 രൂപ. വലിയ കുഴപ്പമില്ല. ഞാൻ 3 ദിവസത്തേക്ക് എടുത്തു. 3 ദിവസം ഞാനിവിടെ ഉണ്ട്. 3 ദിവസത്തേക്ക് എടുത്തു. നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പം നേരെ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് തന്നെയാണ്. ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ടാണ് ഇത്രയും ചാർജ് കുറവ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. ലൊക്കേഷൻ ഇത് എന്താ പറയുന്നത്, ലാൻഡ് മാർക്കായിട്ട്. അപ്പം ഞാനപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ബസ് സ്റ്റാൻഡിൻ്റെ വ്യൂ കണ്ടില്ലേ? പുറകിൽ മുഴുവൻ നല്ല കൊഹറയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, കോടമഞ്ഞ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ കോട ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഒരു തട്ടുകട പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ആലു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു വന്നാണ്. भाई साहब एक आलू पराठा दे दो. आलू पराठा के साथ क्या दे रहे? ओके, दही है? दही दही भी है. आलू पराठा का तो दही दे दो. अलग अलग. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ആലു പൊറോട്ടയും തൈരും അച്ചാറും. അപ്പോൾ എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. आपका नाम क्या है? सिदिश्का. आपका है? ले लो बेटा. അമ്പലത്തിലേക്കുള്ള വഴി ഇപ്രാവശ്യം കല്ലൊക്കെ ഇട്ട് നന്നാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കല്ലൊന്നും വിരിച്ചിട്ടില്ലായിരുന്നു. ഇത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം കല്ല് വിരിച്ചിട്ടുണ്ട്. ചെറിയ കല്ലുകൾ പാകിയിട്ടുണ്ട്. അമ്പലത്തിലേക്കുള്ള വഴിയിലെല്ലാം ഹോട്ടലുകൾ ആവശ്യം പോലുണ്ട്. ഹോട്ടലുകളുടെ നിരകളാണ്. ഇവിടെ ആശ്രമങ്ങളും ഉണ്ട്. ആശ്രമങ്ങളിലേക്ക് ചാർജ് കുറവാണ്. ചിലയിടത്ത് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്ത റൂമിന് 700 രൂപയായി. പക്ഷേ അതിനപ്പുറത്തൊരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടുത്തെ റൂമിന് 400 ഉള്ളെന്ന് പറയുന്നു. പക്ഷെ രണ്ടും നമ്മൾ ദൂരമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ വഴി കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എൻ്റെ ഹോട്ടലിൽ നിന്ന് 1 കിലോമീറ്ററാണ് ദൂരം അമ്പലം. ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തടുത്തതിൻ്റെ കാര്യം, വെളുപ്പിനെ എനിക്ക് പോകാൻ സൗകര്യം അതാണ്. ഒരു വളക്കട കണ്ടതാണ്, നല്ല രസം തോന്നി, അതുകൊണ്ട് എടുത്താണ്. ഇവിടെയെല്ലാം ആവശ്യം പോലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഇവിടെ ഡെവലപ്മെൻറ്റ് ഒത്തിരി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ അമർനാഥ് പോയിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ 1 വർഷത്തെ വ്യത്യാസത്തിന് ശേഷം വന്നപ്പം ഭയങ്കര വ്യത്യാസമാണ് ഇവിടെ. അമ്പലത്തിലേക്കുള്ള വഴിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇന്ന് നല്ല മൂടൽമഞ്ഞുണ്ട് ഇവിടെ. ഇവിടെയെല്ലാം കല്ല് വിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല കരിങ്കല്ലാണ്. അടിപൊളി പണിയാണ് നടക്കുന്നത്. കാശിയുടെ മാതിരി ഇവിടെയും കോറിഡോർ ഉണ്ടാക്കുകയാണ്. ബദ്രീനാഥ് കോറിഡോർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകളാണിത്. അമ്പലത്തിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അറിയിപ്പാണിത്. ഹിന്ദിയിലാണ്. എല്ലാവർക്കും ഹിന്ദി അറിയാമായിരിക്കുമല്ലോ. ഒന്ന് പോസ് ചെയ്ത് വായിക്കുക. ഇത് രുദ്രാക്ഷമാണ്. ഇത് പൊളിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വരും. അങ്ങനെ അമ്പലത്തിലേക്കുള്ള വഴി കൂടെ നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ നിന്ന് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ പല സ്ഥലവും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, അതുപോലുള്ള ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ചേഞ്ചസാണ്. അങ്ങനെ അമ്പലത്തിലേക്കുള്ള വഴികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത് ഒത്തിരി മാറി. കഴിഞ്ഞ പ്രാവശ്യക്കാട് ഒത്തിരി മാറിയിട്ടുണ്ട്. കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അതാണ് നീലക്കണ്ഠ് സ്വദൻ. ഓക്കെ, നമ്മളങ്ങനെ ഇത് അമ്പലം എന്ന് പറയുന്നത് ബദരീനാഥ് അമ്പലം എന്ന് പറയുന്നത് അളകനന്ദയുടെ കരയിലാണ്. നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അളകനന്ദ നദിയുടെ കരയിൽ.
ഇറക്കമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എല്ലാം. ഇന്ന് പൊതുവെ തിരക്ക് വളരെ കുറവാണ്. കാലാവസ്ഥ മോശം കാരണം ആരും വരുന്നില്ലാന്ന് തോന്നുന്നു. ഓഫ് സീസണാണ്. ഈ ഓഫ് സീസണിൽ വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി റിസ്ക് ആണെങ്കിലും നമുക്ക് തൊഴാനൊക്കെ വളരെ സൗകര്യമാണ്. റൂംസൊക്കെ വളരെ ചീപ്പ് കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ സ്പെഷ്യലാണ് പാല്, ബദാം മിൽക്ക്. അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ബദരീനാഥ് അമ്പലത്തിൻ്റെ വ്യൂ ആണ്. പാലത്തിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ ഒഴുകുന്നത് അളകനന്ദ നദിയാണ്. ബദരീനാഥ് അമ്പലം ഇങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് വലിയ തിരക്കില്ല. ഇതിനിപ്പം ദർശനത്തിന് പോവാണ്. ദർശനം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് വീഡിയോ കൂടെ എടുക്കാം. അമ്പലത്തിലേക്കുള്ള പാലമാണിത്. 2 പാലങ്ങളുണ്ട്. ഒന്നിക്കൂടെ പോവുക, ഒന്നിക്കൂടെ വരിക. അങ്ങനെയാണ് ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്. അടിക്കൂടെ അളകനന്ദ നല്ല ശക്തിയായിട്ട് ഒഴുകുന്നു. ബദ്രി വിശാലിൻ്റെ വേറൊരു വ്യൂ ആണ്. കുറച്ചു മുമ്പ് നല്ലൊരു മഴ പെയ്തിരുന്നു. ഇവിടെ കാലാവസ്ഥ നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. മാറി മറിഞ്ഞ് നിൽക്കും. അതിന്ന് തിരക്കില്ല. എന്തായാലും ദർശനം ചെയ്യാനായിട്ട് പോവാണ്. ദൂരെ കാണുന്ന പാലത്തിൽ കൂടെയാണ് തിരിച്ചു പോകേണ്ടത്. ബദ്രീനാഥ് ദർശനത്തിന് വരുന്നവർ രജിസ്ട്രേഷൻ ചെയ്ത ഇത് ഒന്നുകിൽ രജിസ്ട്രേഷൻ ചെയ്ത ഇത് കാണിച്ചിട്ട് ഇവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് വേണം അമ്പലത്തിലേക്ക് ദർശനം പോകാൻ. അവിടെ ടോക്കൺ മേടിച്ചതിന് ശേഷം അകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്ന ടോക്കൺ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ടോക്കൺ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അമ്പലത്തിനകത്തുള്ള യജ്ഞകുണ്ടാണ്. നമുക്കിവിടെ വന്നിട്ട് യജ്ഞം നടത്താൻ പറ്റും. അമ്പലത്തിനകത്തെ വ്യൂ ആണിത്. ക്യാമറ അലൗഡ് എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. പേടിച്ചെടുക്കുന്നതാണ്. അമ്പലത്തിൻ്റെ മുന്നിലത്തെ വ്യൂ ആണിത്. ദർശനം കഴിഞ്ഞ ആൾക്കാർ അവരുടെ ഓർമ്മയ്ക്കായി ഫോട്ടോകൾ എടുക്കുന്നു. ഇന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നല്ലൊരു ദർശനം കിട്ടി. അമ്പലത്തിന് മുന്നിലത്തെ വ്യൂ ആണ്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ബദ്രീനാഥ് അമ്പലം. ഇവിടുത്തെ മെയിൻ പൂജാരി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളാണ്. ആളിനെ റാവൽജി എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ പുള്ളിയൊന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലത്തെ വ്യൂ. അങ്ങനെ ബദ്രീനാഥ് അമ്പലത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ദർശനം കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ടത്തെ കർപ്പൂരാരതിയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4:30 ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. 4:30 ആകുമ്പോൾ ഇനി കർപ്പൂരാരതിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരണം. ഓം നമോ നാരായണായ. ബദ്രീനാഥ് അമ്പലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബദ്രി വിശാൽ കി ജയ്. ബദ്രീനാഥ് അമ്പലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ബദ്രീനാഥ് അമ്പലത്തിന് മുന്നിലാണുള്ളത്. ഓം നമോ നാരായണായ. ബദ്രീനാഥ് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങേ കരയിലേക്കുള്ള വ്യൂ ആണ്. ഈ ഒഴുകുന്നത് അളകനന്ദ നദിയാണ്. ഞാൻ വന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അളകനന്ദ നദിയാണ് ഈ ഒഴുകുന്നത്. ഞാൻ റാവൽജിയെ കാണാൻ വന്നതാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് റാവൽജിയെ കാണാനുള്ള റൂമ്. 2 പേരോടുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ വന്നിരിക്കുകയാണ്. രാജേഷ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടിരുന്നു. ഇതാണ് റാവൽജി ആൾക്കാരെ കാണാനായിട്ടുള്ള വിസിറ്റിംഗ് റൂമാണ്. കുറേ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പനുണ്ട് ഇവിടെ. ഒരു പറയുന്നൊക്കെ കാണാം. ശബരിമല അയ്യപ്പനൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ തൊഴുത് കഴിഞ്ഞ്
പാലത്തെ കൂടെ വെളിയിലേക്ക് പോവാണ്. റാവൽജിയെ കണ്ടു. റാവൽജി ഒരു ഉടയാട പ്രസാദമായിട്ട് തന്നു. അപ്പം പുള്ളി അമ്പലത്തിൽ പോകാനുള്ള ടൈമായിരുന്നു. അപ്പോൾ നാളെ രാവിലെ 9:30 വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ദർശനം കിട്ടി. ഇനി വൈകിട്ട് കർപ്പൂര ആരതിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസം ആയി. നമുക്ക് ഈ കാഴ്ചകളിലൊക്കെ വീണ്ടും കിടക്കാം. സൈഡിലുള്ള കടകളാണ് നിങ്ങൾ കാണുന്നത്. അമ്പലത്തിലേക്കുള്ള പ്രസാദങ്ങളാണിത്. ബദ്രീനാഥിലേക്കുള്ള പ്രസാദം. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ്. അളകനന്തയിലുള്ള ഒരു വ്യൂ ആണ്. ഒറിജിനൽ രുദ്രാക്ഷം വാങ്ങാൻ വന്നതാണ് പുള്ളിക്കാരൻ. അപ്പം 2 മുഖ രുദ്രാക്ഷം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മുഖ രുദ്രാക്ഷം ഇവിടെ നിന്ന് ഞാൻ വാങ്ങുകയാണ്. 3 പീസ് മേടിക്കുന്നു. പുള്ളിയുടെ എല്ലാ മുഖത്തിനുള്ള രുദ്രാക്ഷമുണ്ട്. പലതിനും പല വിലയാണ്. 5000 മുതൽ പല വിലയുടെ രുദ്രാക്ഷമുണ്ട്. പക്ഷേ കായ്ക്കകത്തുള്ളത് 2 മുഖം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കായിലുള്ളത് മാത്രം മേടിക്കുന്നുള്ളൂ. कहाँ से लेके आते भाई? नेपाल भैया। उधर सस्ता मिलता होगा ना बाकी सर? അങ്ങനെ വൈകിട്ടത്തെ കർപ്പൂര ആരതിക്ക് വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് മഴയായിരുന്നു. മഴ കഴിഞ്ഞ് വന്നതാണ്. ഞാനങ്ങനെ അമ്പലത്തിൽ കർപ്പൂര ആരതിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം നട അടച്ചിരിക്കുകയാണ്. വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കർപ്പൂര ആരതി കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഞാൻ വീണ്ടും ഇവിടെ ദർശനത്തിന് വരുന്നുണ്ട്. അന്നേരം ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ് ഗരം കുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. അതുവരേക്കും ബൈ. സപ്പോർട്ട് ചെയ്തവർ എല്ലാവർക്കും നന്ദി. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.